ഡിസംബർ 17 ആഗമനകാലത്തിലെ 3-ാം ബുധനാഴ്ച. മത്തായി 1 മുതൽ 17 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശുക്രിസ്തുവിൻ്റെ വംശാവലിയാണ്. യേശുവിൻ്റെ വംശാവലിയിൽപ്പെട്ട നിരവധി ആളുകളുടെ പേരുകൾ പറഞ്ഞുകൊണ്ടാണ് സുവിശേഷം ആരംഭിക്കുന്നത്. ആ പട്ടിക അബ്രഹാമിൽ നിന്ന് ആരംഭിച്ച് യേശുവിൻ്റെ ജനനകാലം വരെ തുടരുന്നു. നിരവധി തലമുറകളെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ചില പേരുകൾ നമുക്ക് വളരെ സുപരിചിതമാണ്. എന്നാൽ മറ്റുള്ളവരെക്കുറിച്ച് വളരെ കുറച്ച് അറിവേ അല്ലെങ്കിൽ ഒന്നും തന്നെ അറിയാത്ത ആളുകളുടെ പേരുകളും നമുക്ക് കാണാം. നമ്മുടെ കുടുംബങ്ങളാണ് നമ്മെ രൂപപ്പെടുത്തുകയും വളർത്തുകയും ചെയ്യുന്നത്. നമ്മളിൽ ആരും നമ്മുടെ കുടുംബം തിരഞ്ഞെടുക്കുന്നില്ല. നമ്മളൊരു കുടുംബത്തിൽ ജനിക്കുകയാണ് ചെയ്യുന്നത്. യേശുവും അവൻ്റെ കുടുംബത്താൽ രൂപപ്പെട്ടു. മറിയവും ജോസഫും അവൻ്റെ ആദ്യ അധ്യാപകരായിരുന്നു. ദൈവത്തെക്കുറിച്ചും ജീവിതത്തെക്കുറിച്ചും സ്നേഹത്തെക്കുറിച്ചും എങ്ങനെ പ്രവർത്തിക്കണം, എങ്ങനെ പ്രാർത്ഥിക്കണം തുടങ്ങിയ നിരവധി കാര്യങ്ങൾ അവർ യേശുവിനെ പഠിപ്പിച്ചു. ജോസഫ് യേശുവിൻ്റെ ജീവശാസ്ത്രപരമായ പിതാവല്ല, മറിച്ച് അദ്ദേഹം നിയമപരമായ പിതാവായിരുന്നു. അതിനാൽ ഇന്നത്തെ സുവിശേഷത്തിലെ വംശാവലിയെയോ അല്ലെങ്കിൽ കുടുംബവൃക്ഷത്തെയോ യേശുവിൻ്റെ വംശാവലി അല്ലെങ്കിൽ കുടുംബവൃക്ഷമായി നമ്മൾ കാണുന്നു. ഈ വംശാവലിയുടെ ആദ്യത്തെ 3-ൽ എബ്രായരുടെ ഗോത്രപിതാക്കന്മാരെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. രണ്ടാമത്തെ 3-ൽ രാജാക്കന്മാരുടെ പട്ടികയാണ്. മൂന്നാമത്തെ ഗ്രൂപ്പിലെ 14 തലമുറകളുള്ള ആദ്യത്തെ 2 പേരെയും പിന്നെ അവസാനത്തെ 2 പേരായ ജോസഫും മറിയവും മാത്രമേ നമുക്ക് പരിചയമുള്ളൂ. ഈ വംശാവലിയിൽ 4 സ്ത്രീകളെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അവരിൽ 3 പേരുടെ പേരുകൾ പറയുന്നുണ്ട്: താമാർ, റാഹാബ്, റൂത്ത്. ബത്ശേബയുടെ പേര് പരാമർശിച്ചിട്ടില്ല, പക്ഷേ ഊരിയായുടെ ഭാര്യ എന്ന് പരാമർശിക്കപ്പെടുന്നു. ഇത് ഒരു സാധാരണ വംശാവലി അല്ല എന്നിത് കാണിക്കുന്നു. മത്തായി ഈ 4 സ്ത്രീകളെ ഉൾപ്പെടുത്താൻ ഉള്ള കാരണം ജനനം കൊണ്ടോ വിവാഹം കൊണ്ടോ അവർ വിജാതീയരായിരുന്നു എന്നതാണ്. യേശുവിന് യഹൂദ പൂർവികർക്കൊപ്പം വിജാതീയ പൂർവികരും ഉണ്ടായിരുന്നുവെന്ന് കാണിക്കാൻ മത്തായി തൻ്റെ സുവിശേഷത്തിൻ്റെ വീക്ഷണം വിശാലമാക്കാൻ ആഗ്രഹിച്ചിരിക്കാം. യേശുവിന് മുമ്പുള്ള കഥ വിശുദ്ധന്മാരുടെയും പാപികളുടെയും മിശ്രിതമായിരുന്നു. യേശു മുതലുള്ള കഥയും അങ്ങനെ തന്നെ. ഉദാഹരണത്തിന്, യേശുവിനെ തള്ളിപ്പറഞ്ഞ പത്രോസും ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചുകൊണ്ട് യേശുവിനെ പീഡിപ്പിച്ച പൗലോസും. എല്ലാ യുഗങ്ങളിലും യേശു വിശുദ്ധൻ്റെയും പാപിയുടെയും മിശ്രിതമാണ്. ദൈവത്തിന് വളഞ്ഞ വരകൾ ഉപയോഗിച്ച് നേരെ എഴുതാൻ കഴിയും. ആ വളഞ്ഞ വരകളിൽ ചിലത് നമ്മുടെ തന്നെ ജീവിതങ്ങളാണ്. ദൈവം ആര് വേണമെങ്കിലും തിരഞ്ഞെടുത്ത് പ്രവർത്തിക്കാൻ തക്ക വിനീതനാണ്. സഭാ നേതാക്കൾ പൂർണ്ണരല്ല. ഒരർത്ഥത്തിൽ സഭ വംശാവലിയുടെ തുടർച്ചയാണ്. വംശാവലിയുടെ അവസാനത്തെ ആ 3-ൽ ഭാഗം അജ്ഞാതരായ ആളുകളുണ്ട്. അജ്ഞാതരാണെങ്കിൽ പോലും നമുക്കും അവരെ പോലുള്ള യേശുവിൻ്റെ കഥ തുടർന്നുകൊണ്ടുപോകാൻ കഴിയുമെന്നതിൻ്റെ സൂചനയാണിത്. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ, CSSR from Kerala.